ഒരു ചോദ്യം എഫ് ഫ്രം ആർ ടു ആർ എഫ് ഓഫ് എക്സ് ഇക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇതിൻ്റെ ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഇസ് മിനിമം ഇൻ ടു ഇതാണ് ചോദ്യം. നമുക്കിതിനെ രണ്ട് രീതിയിൽ ഇതിനെ കാണാം ഈ ചോദ്യത്തിന്. ഒന്ന് നമുക്ക് ഗ്രാഫിക്കലി അതൊന്ന് ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെങ്കിൽ മാത്രമേ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ലേ. ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1ൻ്റെ ഗ്രാഫ് പാരബോളയാണ് ഫേസ് അപ്വേർഡ്സ്. എന്തുകൊണ്ട് ഫേസ് അപ്വേർഡ്സ്? എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഫേസ് അപ്വേർഡ്സ് ആണ് ഗ്രാഫ്, നെഗറ്റീവ് ആണെങ്കിൽ ഫേസ് ഡൗൺവേർഡ്സ്. അത് പഴയ ഒരു കൺസെപ്റ്റാണ്. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി വൈ ഈക്വൽസ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണെങ്കിൽ എ പോസിറ്റീവ് ആണെങ്കിൽ ഗ്രാഫ് വിൽ ബി ഫേസ് അപ്വേർഡ്സ്, പാരബോളയാണ് ഫേസ് അപ്വേർഡ്സ്. എ നെഗറ്റീവ് ആണെങ്കിൽ പാരബോളയാണ് ഫേസ് ഡൗൺവേർഡ്സ്. ഓക്കെ, അപ്പം അതൊരു കൺസെപ്റ്റാണ്. ഓക്കെ, എന്താണ് കൺസെപ്റ്റ്? വൈ ഈക്വൽസ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണെങ്കിൽ എ പോസിറ്റീവ് ആണെങ്കിൽ ഫേസ് അപ്വേർഡ്സ് ആണ്, എ നെഗറ്റീവ് ആണെങ്കിൽ ഫേസ് ഡൗൺവേർഡ്സ് ആണ്, താഴേക്കാണ്. ഇതിൻ്റെ വേർട്ടെക്സ് ഇതും അതേ കൺസെപ്റ്റാണ്. -b/2a ആണ്, -d/4a ആണ്. ഇതിൻ്റെ ഡെറിവേഷൻ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. -b/2a -d ഫോർ ഡോഗ്, d/4a. d പറഞ്ഞാൽ ഡിസ്ക്രിമിനൻ്റ് ആണ്. എന്താ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറഞ്ഞാൽ b² - 4ac. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഡിസൈഡ്സ് ദ നേച്ചർ ഓഫ് ദ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? ഓക്കെ, -d/4a. അപ്പോൾ ഇങ്ങനെ മനസ്സിലായിക്കൂടെ? എ പോസിറ്റീവ് ആണെങ്കിൽ മുകളിലേക്ക്, എ നെഗറ്റീവ് ആണെങ്കിൽ താഴേക്ക്, പാരബോളയായിരിക്കും. വേർട്ടെക്സ് തിരിയുന്ന സ്ഥലം -b/2a -d/4a. ഒന്ന് ഓർത്തൂടെ? അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രാഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഗ്രാഫ് മുകളിലേക്കാണ്. വേർട്ടെക്സ് എന്താ? -1/2 ആണ്, 3/4 ആണ്. ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. -1/2 ആണ്, 3/4 ആണ്. കാരണം എന്താ? എ 1 ആണ്, ബി 1 ആണ്. അപ്പോൾ -b/2a -1/2 അതാണ് വേർട്ടെക്സ്. എക്സ് കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് എന്താ? -d/4a, b² - 4ac, 1 - 4 -3, -3 3/4a/4. അപ്പോൾ -1/2 3/4 ആണ് അതിൻ്റെ വേർട്ടെക്സ്. ഒന്നുമില്ല, ഈ ഫോമിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അത് രണ്ടും ഓർക്കാം. അപ്പോൾ ഇത് മിനിമം ആണെന്ന് പറയാൻ വലിയ വിവരമൊന്നും വേണ്ട. കാരണം എന്താ? വെറുതെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് നോക്കൂ, വെറുതെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് നോക്കൂ. അത് ഒന്നിലധികം തവണ കട്ട് ചെയ്യില്ലേ? രണ്ട് സ്ഥലത്ത് കട്ട് ചെയ്യില്ലേ? രണ്ട് സ്ഥലത്ത് കട്ട് ചെയ്യുന്നെങ്കിൽ മിനിമം ആണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ ആ ഗ്രാഫിനെ ഹൊറിസോണ്ടൽ ലൈൻ ഒരു സ്ഥലത്ത് മാത്രമേ കട്ട് ചെയ്യുന്നെങ്കിൽ 1 1, ഒന്നിലധികം സ്ഥലത്ത് കട്ട് ചെയ്യുന്നെങ്കിൽ മിനിമം. അത്രയേ ഉള്ളൂ. അപ്പോൾ 1 1 ആണ്, മിനിമം ആണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്രീ അല്ലേ? നമ്മൾ പറഞ്ഞിട്ട് R2 R ആണെങ്കിൽ ഏതെങ്കിലും എലമെൻറ്റ് കോഡ് ഡൊമെയ്നിൽ ഫ്രീ എലമെൻ്റ് ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻറ്റു ആണ്. അപ്പോൾ നോക്കൂ, ഇവിടെ നിങ്ങളുടെ റേഞ്ച് ഇവിടെ നിങ്ങളുടെ ഉള്ളൂ റേഞ്ച് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അതെന്താ? ഇപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫേ, ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസിൻ്റെ ഗ്രാഫ് വൃത്തിയിൽ വരച്ചാൽ എങ്ങനെ ഉണ്ടാവുക എന്ന് പറയൂ നിങ്ങൾ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? വൈ ആക്സിസ് -1/2 3/4 അല്ലേ? അപ്പോൾ ഏകദേശം ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. ദിസ് ഇസ് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, ഇത് 1 ആണ്, അപ്പോൾ ഇത് 1 ആണ്, ഇത് 1/2 ആണ്. ഏകദേശം ഇങ്ങനെയാണ് ഗ്രാഫ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ദിസ് ഇസ് എ ഗ്രാഫ് ഓഫ് y ഈക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഗ്രാഫ് ഇങ്ങനെയാണ്. അപ്പം ഇവിടെ നിന്ന് ഫ്രീ അല്ലേ? നോക്കൂ, ഇവിടെ നിന്ന് ഫ്രീയാണ്. കോഡൊമെയിൻ ഇസ് നോട്ട് ഈക്വൽ ടു റേഞ്ച്. ദർ ആർ എലിമെൻറ്റ്സ് ഇൻ ദ കോഡൊമെയിൻ വിച്ച് ഹാവിംഗ് നോ പ്രീ ഇമേജ്. അപ്പോൾ ഫംഗ്ഷൻ ഇസ് ഇൻറ്റു. ഇതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പിലെ വേ. അപ്പോൾ എന്തൊക്കെയാണ് വഴി? വെറുതെ ഒരു പാരബോള വരയ്ക്കുക, ഹൊറിസോണ്ടൽ ലൈൻ മോർ ദാൻ 1 പോയിന്റ് കട്ട് ചെയ്യും, അപ്പം 1 മിനിമം ആണ്. പിന്നെ ഇവിടെ നിന്നിട്ട് ഫ്രീ ആണ്, ഇവിടെ നിന്നിട്ട് ഫ്രീ ആണെങ്കിൽ അത് ഇൻറ്റു ആണ്. അത് പെട്ടെന്ന് കിട്ടി. ഇതിങ്ങനെ ഡിസ്ക്രിപ്റ്റീവായിട്ട് ചെയ്യാം. ഹൗ ടു ഡു ഇറ്റ് ഡിസ്ക്രിപ്റ്റീവ്ലി? -1 ഇൻറ്റു എങ്ങനെയാണ് പറയാം ഡിസ്ക്രിപ്റ്റീവായിട്ട്? ഡിസ്ക്രിപ്റ്റീവായിട്ട് വളരെ റെയറായിട്ടേ ചോദിക്കുള്ളൂ. പക്ഷേ എന്നാലും അത് ചോദിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. എന്താ? ആദ്യം 1 1 ചെക്ക് ചെയ്യാം. 1 1 എങ്ങനെയാണ് ചെക്ക് ചെയ്യാം? ആദ്യം 1 1 ചെക്ക് ചെയ്യാം. എഫ് ഓഫ് എക്സും എഫ് ഓഫ് x2 ഈക്വൽ ആണെന്ന് വിചാരിക്കാം. ലെറ്റ് എഫ് ഓഫ് x1 ഈക്വൽസ് എഫ് ഓഫ് x2 എന്ന് വിചാരിക്കാം. അപ്പോൾ എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2 ഈക്വൽ ആയാൽ എന്ത് കിട്ടും? x1 സ്ക്വയർ പ്ലസ് x1 പ്ലസ് 1 സമം x2 സ്ക്വയർ പ്ലസ് x2 പ്ലസ് 1. ആ 1 1 വെട്ടിപ്പോവും. അപ്പോൾ എല്ലാത്തിനും ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്ത് കിട്ടും? x1 സ്ക്വയർ മൈനസ് x2 സ്ക്വയർ പ്ലസ് x1 മൈനസ് x2 ഇസിക്കൽ 0 വരും. ഇത് x1 സ്ക്വയർ മൈനസ് x2 സ്ക്വയർ a സ്ക്വയർ മൈനസ് b സ്ക്വയർ ഫോമാണ്. അത് a പ്ലസ് b ഇൻറ്റു a മൈനസ് b ഫോമാണ്. അപ്പോൾ അതിൽ x1 പ്ലസ് x2 ഇൻറ്റു x1 മൈനസ് x2 വരും. x1 മൈനസ് x2 പുറത്തേക്ക് എടുക്കാം. ഞാൻ ഒരു സ്റ്റെപ്പ് ജമ്പ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ലല്ലോ.
ഇൻറ്റു x1 പ്ലസ് x2 പ്ലസ് 1 ഈക്വൽ ടു 0. കുഴപ്പമില്ലല്ലോ? റൈറ്റ്. അപ്പോൾ ഇതൊക്കെ ഇംപ്ലൈ ആണ്, ഇതൊക്കെ ഇംപ്ലൈ. എഫ് ഓഫ് x1 ഇംപ്ലൈസ് നമുക്ക് എന്താ ഇംപ്ലൈ ഉണ്ട് നോക്കട്ടെ. എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2ഉം ഈക്വൽ ആയാൽ നമുക്ക് എന്താണ് ഇംപ്ലൈ ചെയ്യേണ്ടോ നോക്കേണ്ടത്? x1ഉം x2ഉം ഈക്വൽ ആവുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ x1ഉം x2ഉം ഈക്വൽ ആവുണ്ടോ നോക്കണമെങ്കിൽ നമുക്ക് രണ്ടെണ്ണത്തിൻ്റെ പ്രോഡക്റ്റാണ്. സംതിങ് ഇൻറ്റു സംതിങ് 0. സംതിങ് ഇൻറ്റു സംതിങ് 0 എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ ഇത് 0 ആവാം, അല്ലെങ്കിൽ ഇത് 0 ആവാം അല്ലേ? അപ്പോൾ ചിലപ്പം നോക്കൂ, x1ഉം x2ഉം ഇതിലത്തെ ആളാണ്, x1ഉം x2ഉം ഡൊമെയിനിലത്തെ ആളാണ്. അപ്പം x1 പ്ലസ് x2 പ്ലസ് 1 0 ആവുന്ന സമയത്ത് x1 മൈനസ് x2 0 ആവണമെന്നില്ല. മനസ്സിലായോ? സംതിങ് ഇൻറ്റു സംതിങ് 0 ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 ആയാലും ഇത് മൊത്തം 0 ആവും. മനസ്സിലാവുണ്ടോ? അപ്പം x1 പ്ലസ് x2 പ്ലസ് 1 0 ആവാൻ സാധ്യതയുണ്ട്, ആവാം. ചില സമയങ്ങളിൽ x1 പ്ലസ് x2 പ്ലസ് 1 0 ആവാം. അതായത് ഇതിന്ന് x1 x2 ഈക്വൽ ആവാതെയും ഈക്വൽ ആയിട്ടില്ലെങ്കിലും, ഇപ്പോൾ x1 മൈനസ് x2 0 ആയിട്ടില്ലെങ്കിലും x1 പ്ലസ് x2 പ്ലസ് 1 0 ആയതുകൊണ്ട് ഇത് 0 ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്കിത് ഫോളോ ചെയ്യില്ല, ഇതിൽ നിന്ന് നമുക്ക് ഫോളോ ചെയ്യില്ല, രണ്ടും ഫോളോ ചെയ്യും. x1 മൈനസ് x2 0 ആണ്, x1 പ്ലസ് x2 പ്ലസ് 1 0 ആണെന്നും എന്ന് പറയാൻ പറ്റും. ഓർ അതിനർത്ഥം എന്താ? ഇത് 0 ആവാം, അല്ലെങ്കിൽ ഇത് 0 ആവാം, രണ്ടും 0 ആവാം. അപ്പം അതായത് x1 പ്ലസ് x2 0 ആയിട്ടില്ലെങ്കിലേ ഇത് 0 ആണെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവുണ്ടോ? x1 പ്ലസ് x2 പ്ലസ് 1 0 ആയില്ലെങ്കിലേ x1 പ്ലസ് x2 0 ആണെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇംപ്ലൈ ചെയ്യാണ് x1 പ്ലസ് x2 0. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലായ്പ്പോഴും x1 മൈനസ് x2 0 ആണെന്ന് പറയാൻ പറ്റില്ല. ഡസ് നോട്ട് ഇംപ്ലൈ x1 മൈനസ് x2 0 ഓൾവേസ്. Therefore, it does not imply x1 is equal to x2. അപ്പോൾ അതുകൊണ്ട് എഫ് ഓഫ് x1 എല്ലായ്പ്പോഴും പറ്റില്ല, ചിലപ്പോൾ പറ്റും, പക്ഷേ എല്ലായ്പ്പോഴും പറ്റില്ല. അതുകൊണ്ട് എഫ് ഓഫ് x1 ഈക്വൽസ് എഫ് ഓഫ് x2 ഡസ് നോട്ട് ഇംപ്ലൈ x1 ഈക്വൽസ് x2. അതുകൊണ്ട് ഫംഗ്ഷൻ 1 അല്ല. ഇങ്ങനെയാണ് ഡിസ്ക്രിപ്റ്റീവ് പറയേണ്ടത്. പക്ഷേ ഒബ്ജക്റ്റീവ് കണ്ടോ? പാരബോളയാണ്, ഹൊറിസോണ്ടൽ ലൈൻ മോർ ദാൻ 1 പോയിന്റിൽ കട്ടിയിലും 1 അല്ല കേട്ടോ. ഡിസ്ക്രിപ്റ്റീവ് ഒബ്ജക്റ്റീവ് ആകുമ്പോൾ പെട്ടെന്ന് ഐഡിയ കിട്ടി. പാരബോളയാണ്, അത് കൺസെപ്റ്റ് ഉണ്ട്. ഗ്രാഫ് പാരബോളയാണ്, ഹൊറിസോണ്ടൽ ലൈൻ കട്ട് അറ്റ് മോർ ദാൻ 1 പോയിന്റ് മിനിമം. പക്ഷേ ഡിസ്ക്രിപ്റ്റീവായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ, നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇങ്ങനെ തന്നെ ചെയ്യണം. ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ബോർഡ് എക്സാമിനേഷൻ ഇങ്ങനെ തന്നെ ചെയ്യണം, അങ്ങനെ ചെയ്യരുത്. പക്ഷേ ഒബ്ജക്റ്റീവായിട്ട് ചോദിച്ചെങ്കിൽ ദാറ്റ് ഈസ് ഇനഫ്. കാരണം ആൻസറിൽ മാത്രമേ നമുക്ക് ഫോക്കസ് ഉള്ളൂ, ഒബ്ജക്റ്റീവ് ആകും അല്ലേ? റൈറ്റ്. അപ്പോൾ 1 കാര്യം മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് ഇൻറ്റുവിൻ്റെ കാര്യം നോക്കാം. ഇൻറ്റുവിൻ്റെ കാര്യത്തിൽ എന്താണ് നമ്മൾ നോക്കേണ്ടത്? ഇൻറ്റുവിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഓൺ ടു ആണോ അല്ലയോ? ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട. ഇൻറ്റു ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട. ഓൺ ടുവിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ ഇൻറ്റു. ഓൺ ടുവിൻ്റെ ഡെഫിനിഷൻ എന്താ? എല്ലാ വൈക്കും ഇപ്പുറത്ത് പ്രീ ഇമേജ് ഉണ്ടാവണം അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിക്കലി നമുക്ക് ഓൺ ടു ആണോ ഇൻറ്റു ആണെന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റും. എന്താ? ഇവിടെ നിങ്ങളുടെ ഫ്രീ ആണ്. ഇവിടെ നിങ്ങളുടെ ഫ്രീ ആയതുകൊണ്ട് കോഡുമെയിനും റേഞ്ചും ഈക്വൽ അല്ല. കോഡുമെയിനും റേഞ്ചും ഈക്വൽ അല്ലാത്തതുകൊണ്ട് ഫംഗ്ഷൻ ഇൻറ്റു ആണ്. അത്ര മതി. കണ്ടോ? ഒറ്റ നോട്ടത്തിൽ ഇൻറ്റു ആണെന്ന് പറയാൻ പറ്റും. കാരണം ഇതിൻ്റെ റേഞ്ച് എന്താ? 3/4 ഇൻഫിനിറ്റി ആണ്. ഇതിന് 3/4 ആണ്. അതൊക്കെ ഈ പോയിന്റ് 3/4 അല്ലേ? ഈ പോയിന്റ് 3/4 ആണെങ്കിൽ ഇത് 3/4 ആണ്. ഈ പോയിന്റ് 3/4 ആണ്. അപ്പോൾ 3/4 ഇൻഫിനിറ്റി ആണ് ആ ഫംഗ്ഷൻ്റെ റേഞ്ച്. റേഞ്ച് പറഞ്ഞാൽ ഇത് തന്നെയാണ്. റേഞ്ച് ഓഫ് എ മിസൈൽ, റേഞ്ച് ഓഫ് എ മെഷീൻ ഗൺ. റേഞ്ച് പറഞ്ഞാൽ ഇവിടുന്ന് തൊട്ട് ഇതുവരെ പോവാം. അപ്പോൾ ആ എക്സ് ഇവിടുന്ന് തൊട്ടിട്ട് ഇങ്ങനെയാണ് പോവാം. 3/4 ടു ഇൻഫിനിറ്റി, അതാണ് ഫംഗ്ഷൻ്റെ റേഞ്ച്. അപ്പോൾ അതുകൊണ്ട് റേഞ്ചും കോഡുമെയിനും ഇവിടെ ഈക്വൽ അല്ല. റേഞ്ചും കോഡുമെയിനും ഈക്വൽ അല്ലാത്തതുകൊണ്ട് ഫംഗ്ഷൻ എന്തല്ല? ഓൺ ടു അല്ല. അങ്ങനെയും പറയാം. അതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ്. ഇനി നമുക്ക് മര്യാദയ്ക്ക് ചെയ്യാം. ഓൺ ടു എന്താ ചെയ്യേണ്ടത്? ഓൺ ടു ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താ പറയേണ്ടത്? ഇതാ ആ പഴയ ഐഡിയ. ഇതാണ് R സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, ഇതാണ് റിയൽ നമ്പേഴ്സ്. ഇവിടെ എന്ത് ചെയ്യണം നമ്മൾ? ഇതാണ് എക്സ് എങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ അതെന്താവും? x² പ്ലസ് x പ്ലസ് 1. എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ? ഇവിടെ ഒരു y ഉണ്ടെങ്കിൽ ആ yക്ക് ഇപ്പുറത്ത് ഒരു പ്രീ ഇമേജ് എന്തായിരിക്കും അത് നോക്കണ്ടത്. വാട്ട് ഇസ് എ പ്രീ ഇമേജ് ഓഫ് y എന്നാണ് നോക്കണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ ഇമേജ് ആണ് x² പ്ലസ് x പ്ലസ് 1. അപ്പോൾ y ഇവിടെ ഉണ്ടെങ്കിൽ yയുടെ പ്രീ ഇമേജ് എന്തായിരിക്കും നോക്കണം. yക്ക് എല്ലാ yക്കും ഇവിടെ പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ ഓൺ ടു ആണ്, ഇല്ലെങ്കിലോ ഫംഗ്ഷൻ ഇൻറ്റു ആണ്. അപ്പോൾ നമ്മൾ ഇൻറ്റു ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താ പറയണം? എല്ലാ വൈക്കും ഇപ്പുറത്ത് പ്രീ ഇമേജ് ഇല്ലാതെ എന്ന് പറയണം. ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവണം. എല്ലാ വൈക്കും പ്രീ ഇമേജ് ഇല്ല എന്ന് പറയണം, എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോഴാണ് ഫംഗ്ഷൻ ഇൻറ്റു ആവുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ഫംഗ്ഷനെ വൈയിലേക്ക് ഇക്വേറ്റ് ചെയ്യാം.
x square plus x plus 1 is equal to y. Equate the function to y. എന്താണോ ഫംഗ്ഷൻ അതിനെ വൈയിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? എക്സിനെ വൈയുടെ ടേമിൽ എഴുതാം. അതാണ് പ്രീ ഇമേജ് ഓഫ് വൈ. എക്സിനെ വൈയുടെ ടേമിൽ എങ്ങനെ എഴുതാം? ഇറ്റ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 മൈനസ് വൈ ഇസ് ഇക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇൻ എക്സ് അല്ലേ? ഇവിടെ എക്സിൻ്റെ വാല്യൂ വേണം. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a അല്ലേ? ഓൺ ദിയർ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. എന്താ പറയുക? ബി സ്ക്വയർ ഇസ് 1 മൈനസ് 4ac 4 ഇൻറ്റു 1 ഇൻറ്റു 1 മൈനസ് വൈ. സി പറയുന്നത് 1 മൈനസ് വൈ ആണ്. ഇവിടെ എ 1 ആണ്, ബി 1 ആണ്, സി ഇത് മൊത്തമായിട്ട് എടുക്കുക. 1 മൈനസ് വൈ ഒന്നായിട്ട് എടുക്കുക. സി എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് എസ്. നമുക്കറിയാലോ എക്സിൻ്റെ വാല്യൂ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബൈ 2a. അപ്പോൾ അത് വേണമെങ്കിൽ വൃത്തിയിൽ എഴുതാം. എങ്ങനെ വൃത്തിയിൽ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇറ്റ് ഇസ് മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സിംപ്ലിഫൈ 4y മൈനസ് 3 ഡിവൈഡഡ് ബൈ 2. ഇതാണ് എക്സിൻ്റെ വാല്യൂ. എക്സിൻ്റെ വാല്യൂ ഇതാണ്. അതായത് എക്സിനെ വൈയുടെ ടേമിൽ എഴുതിയാൽ അതായിരിക്കും വൈയുടെ പ്രീ ഇമേജ്. അപ്പോൾ വൈയുടെ പ്രീ ഇമേജ് എന്താ? -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4y മൈനസ് 3 ഡിവൈഡഡ് ബൈ 2. ഇതാണ് വൈയുടെ പ്രീ ഇമേജ്. ഇനി എന്താ നോക്കേണ്ടത്? എക്സിൻ്റെ ഇമേജ് ആണ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. വൈയുടെ പ്രീ ഇമേജ് ആണ് ഇത്. -1 പ്ലസ് ഓർ മൈനസ്. 2 ഇമേജ് ഉണ്ട്. വൈക്ക് 2 പ്രീ ഇമേജ് ഉണ്ട്. -1 പ്ലസും -1 മൈനസ്. ഇനി എല്ലാ ഈ കോഡൊമെയിലുള്ള എല്ലാ വൈക്കും ഇപ്പുറത്ത് ഉള്ള പ്രീ ഇമേജ് ഈ ഡൊമെയിനിലുള്ള ആളാണോ നോക്കുക. അപ്പം കോഡൊമെയിൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ വെനെവർ y is a real number you have to check whether -1 plus or minus root of 4y minus 3 by 2 is also a real number. എല്ലാ റിയൽ നമ്പർ ആകുന്ന എല്ലാ y എന്നുള്ള റിയൽ നമ്പറിനും ഇത് റിയൽ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക. y റിയൽ നമ്പർ ആണെങ്കിൽ എല്ലാ y ഉള്ള റിയൽ നമ്പറിനും 4y minus 3 നോക്കൂ. റൂട്ട് വന്നാൽ റൂട്ടിൻ്റെ ഉള്ളിൽ എന്ത് വരാൻ പാടില്ല? നെഗറ്റീവ് വരാൻ പാടില്ല. റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ എന്താ സംഭവിക്കുക? അത് ഇമാജിനറി നമ്പർ ആവും. ഇറ്റ് ബിക്കംസ് എ കോംപ്ലക്സ് നമ്പർ. അപ്പം y റിയൽ നമ്പർ ആണെങ്കിൽ ഇത് റിയൽ നമ്പർ ആവണമെങ്കിൽ തീർച്ചയായിട്ടും 4y minus 3 എന്താവണം? പോസിറ്റീവോ പൂജ്യമോ ആയാൽ മാത്രമേ ഈ സാധനം എന്താവുള്ളൂ? റിയൽ നമ്പർ ആവുള്ളൂ. എന്ന് വെച്ചാൽ y 3/4 കണ്ടോ? 4y is greater than 3, y is greater than equal to 3/4. അപ്പോൾ y 3/4 3/4 വലിയ വാല്യൂ എടുക്കുമ്പോൾ മാത്രമേ ഈ സാധനം റിയൽ നമ്പർ ആവുള്ളൂ. ഒന്നുകൂടി പറയാം. y 3/4 3/4 ബിഗറോ ആയിട്ടുള്ള വാല്യൂ, വലുതോ ആയിട്ടുള്ള വാല്യൂ എടുക്കുമ്പോൾ മാത്രമേ ഈ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാത്ത സന്ദർഭം ഉണ്ടാവുള്ളൂ. സോ ദാറ്റ് ദിസ് ഇസ് എ റിയൽ നമ്പർ. അപ്പോൾ ഇത് റിയൽ നമ്പർ ആവണമെങ്കിൽ y 3/4 3/4 ബിഗറോ ആവണം. എന്ന് വെച്ചാൽ എല്ലാ വൈക്കും ഇത് റിയൽ നമ്പർ അല്ല. എല്ലാ വൈക്കും റിയൽ നമ്പർ ആണെങ്കിൽ മാത്രമേ ആ ഫംഗ്ഷൻ എന്താവുള്ളൂ? ഓൺ ടു ആവുള്ളൂ. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്തല്ല? ഓൺ ടു അല്ല. കണ്ടോ? 3/4 കണ്ടോ? 3/4 3/4 ബിഗറോ ആണെങ്കിൽ മാത്രമേ പ്രീ ഇമേജ് ഉണ്ടാവുള്ളൂ. അതാണ് ആ ഗ്രാഫ് ഒന്ന് മനസ്സിലാക്കണേ. അപ്പോൾ എന്താ പറയേണ്ടത്? Therefore the pre-image of y is, what is the pre-image of y? -1 plus or minus root of 4y minus 3 by 2 does not belongs to R for every y belongs to R. The domain, codomain. കോഡൊമെയിനിലുള്ള എല്ലാ റിയൽ നമ്പറിനും ഇപ്പുറത്ത് ഡൊമെയിനിൽ ആളുണ്ടാവില്ല. അതുകൊണ്ട് ഫംഗ്ഷൻ ഇസ് നോട്ട് ഓൺ ടു. Therefore f is into. ഇങ്ങനെയാണ് ഇൻടു ആണെന്ന് എന്താ പറയുക ഡിസ്ക്രിപ്റ്റീവായിട്ട് പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി ഈ ചോദ്യത്തിന് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ 1 ഓൺ ടു കൂടി ആവണമെങ്കിൽ എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യണം? 1 ഓൺ ടു ആവണമെങ്കിൽ ഇതിപ്പോൾ ജോമെട്രിക്കലി നമുക്ക് മാത്രം പറയാം. നോക്കൂ, ഇവിടെ നിങ്ങളുടെ മാത്രമാണ് എടുത്തതെങ്കിൽ, ഇവിടെ നിങ്ങളുടെ മാത്രമാണ് എടുത്തതെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ ഒരു സ്ഥലത്തേക്ക് കട്ട് ചെയ്യില്ല. അപ്പോൾ -1/2 ഇൻഫിനിറ്റി ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്താൽ
അതായത് സപ്പോസ് യു ആർ ഡിഫൈനിങ് എ ഫംഗ്ഷൻ. നമ്മൾ ഇങ്ങനെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു വിചാരിക്കാം. എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം, സപ്പോസ് യു ആർ ഡിഫൈനിങ് എ ഫംഗ്ഷൻ, രണ്ടാമത്തെ ചോദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. സപ്പോസ് എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം -1/2 infinity to r, defined as f of x equals x square plus x plus 1. ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? ഞാൻ ചോദ്യം പറയുന്നില്ല. ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും. പക്ഷേ കണ്ടോ, ഇവിടെ നിങ്ങടെയല്ലോ 1 ആയിരിക്കും. പക്ഷേ എന്തായിരിക്കില്ല, ഇവിടെ നിങ്ങടെ ഫ്രീ ഉണ്ടാവും. ഇവിടെ നിങ്ങടെ ഫ്രീ ഉള്ളതുകൊണ്ട് 1 into ആയിരിക്കും. ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആയിരിക്കും? 1 into ആയിരിക്കും. അപ്പോൾ എഫ് ഫ്രം -1/2 infinity to r എഫ് ഓഫ് എക്സ് ഇക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ത് ഫംഗ്ഷൻ ആയിരിക്കും? ഇറ്റ് വിൽ ബി 1 into ആയിരിക്കും. ഇറ്റ് വിൽ ബി 1 into. നോക്കൂ, എന്താ കാരണം? ഡൊമെയിൻ ഇസ് റെസ്ട്രിക്റ്റഡ് ടു -1/2 infinity. കേട്ടോ, -1/2 ഇൻഫിനിറ്റിയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ അത് 1 into ആവും. ഇവിടെ നിങ്ങടെ ഫ്രീ ആണ്. 1 into ആവും. എന്തുകൊണ്ടാണ് ഇത് 1 into ആവുന്നത്? ഇത് നിങ്ങൾ ചെയ്യണം കേട്ടോ, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം ഈ ക്വസ്റ്റ്യൻ. 1 into ആവാൻ കാരണം എന്താ ഒന്ന് പറയൂ. നോക്കൂ, 1 ആവാൻ നമ്മൾ പറഞ്ഞു ലെറ്റ് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു ലെറ്റ് എഫ് ഓഫ് എക്സ് 1 ഈക്വൽസ് എഫ് ഓഫ് എക്സ് 2. അപ്പോൾ ഇങ്ങനെ വന്നു. നോക്കൂ, x1ഉം x2ഉം ഇതിലത്തെ ആള് ഇതിലത്തെ ആളാണെങ്കിൽ എന്താ സംഭവിക്കുക? x1ഉം x2ഉം ഏതിലത്തെ എലമെൻ്റ് ആണ്? x1ഉം x2ഉം ആറിലത്തെ എലമെൻ്റ് അല്ല. x1ഉം x2ഉം ഏതിലത്തെ എലമെൻ്റ് ആണ്? -1/2 ഇൻഫിനിറ്റി എന്നുള്ള സെറ്റ് എലമെൻ്റ് ആണ്. അതായത് ഒന്നുകിൽ ഇത് 0 ആവാം, അല്ലെങ്കിൽ ഇത് 0 ആവാം. ഇത് 0 ആയാൽ എന്താവും? x1ഉം x2ഉം ഈക്വൽ ആവും. x1ഉം x2ഉം ഈക്വൽ ആയാൽ എന്താ സംഭവിക്കുക? x1 plus x2 x1ഉം x2 ഈക്വൽ ആകുമ്പോൾ 2x1 + 1 0 ആവും. അപ്പോൾ x1 എന്താവും? -1/2 ആവും. അപ്പോൾ x1 -1/2 ആകുമ്പോൾ x2 -1/2 ആവും. അപ്പോൾ x1ഉം x2 അപ്പോഴും ഈക്വൽ ആവും. ഒന്നുകൂടി പറയാം, എന്താണ്? x1ഉം x2ഉം -1/2 ഇൻഫിനിറ്റിയിലെ ആളാണ്. അപ്പോൾ എന്താവും? x1 - x2 × x1 + x2 + 1 0 ആയാൽ ഇത് 0 ആവാം, അല്ലെങ്കിൽ ഇത് 0 ആവാം. ഇത് 0 ആയാൽ x1ഉം x2ഉം ഈക്വൽ ആവും. മനസ്സിലാവുണ്ടോ? x1ഉം x2ഉം ഈക്വൽ ആവും. x1ഉം x2ഉം ഈക്വൽ ആയാൽ എന്താവും? x1 + x1 + 1 0 ആവും. അപ്പോൾ 2x1 + 1 0 ആവും. x1 എന്താവും? -1/2 ആവും. അപ്പോൾ x1 -1/2 ആകുമ്പോൾ x2 -1/2 ആവും. അതായത് x1 -1/2ഉം x2 -1/2 ആകുമ്പോൾ മാത്രമേ ഇത് രണ്ടും 0 ആവുള്ളൂ. ആ സമയത്ത് രണ്ടും 0 ആവും. അല്ലാത്ത സമയത്ത് x1 -1/2ൻ്റെ ഇപ്പുറത്ത് ഇപ്പം 1ഓ 2ഓ -1/2ൻ്റെ അപ്പുറത്തുള്ള ഏത് വാല്യൂ -1/2 -1/3ഓ -1/4 ഒക്കെ ആണെങ്കിലും എന്താ വരിക? ഇത് 0 ആവില്ല, ഇതേ 0 ആവുള്ളൂ. മനസ്സിലുണ്ടോ? അപ്പോൾ ഉറപ്പായിട്ടും എന്ത് വരും? x1ഉം x2ഉം 0 ആയിരിക്കും. ഒന്നുകൂടി പറയാം, എന്താണ്? x1 - x2 × x1 + x2 + 1 0 ആണെങ്കിൽ ഇത് 0 ആവാം, അല്ലെങ്കിൽ ഇത് 0 ആവാം. ഇത് രണ്ടും 0 ആവുന്ന അവസ്ഥയിൽ x1ഉം x2, കാരണം ഇത് 0 ആയാൽ നോക്കൂ, ഇത് 0 ആയാൽ ആ x1 എന്താവണം? ഇത് 0 ആയാൽ ആ x1 എന്താവണം? ഇത് 0 ആയാൽ 2x1 + 1 0 ആവും. അപ്പോൾ x1 എന്താവണം? -1/2 ആവണം. അപ്പോൾ x1 -1/2 ആയാൽ x2 -1/2 ആവും. അപ്പോൾ x1ഉം x2ഉം -1/2 ആവും. അപ്പോൾ ഇതും 0 ആവും. അപ്പോൾ രണ്ടും 0 ആവുന്ന സമയത്ത് x1ഉം -1/2 ആണ്, x2ഉം -1/2 ആണ്. രണ്ടും ഈക്വൽ തന്നെയല്ലേ? അല്ലാത്ത സമയത്ത് ഈ x1ഉം x2ഉം ഈ -1/2 അല്ലാത്തൊരു നമ്പർ എടുക്കുകയാണെങ്കിൽ ഇതൊരിക്കലും 0 ആവില്ല. അപ്പോൾ തീർച്ചയായിട്ടും x1ഉം x2ഉം ഈക്വൽ ആയേ പറ്റൂ. അതാണ് അതിൻ്റെ ഐഡിയ. അപ്പോൾ ദിസ് ഇംപ്ലൈസ്, അങ്ങനെയാകുമ്പോൾ എന്താ സംഭവിക്കുക? ദിസ് ഇംപ്ലൈസ് എന്താ? ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എന്താ? ഇഫ് x1 x2 belongs to -1/2 ഇൻഫിനിറ്റി, നമ്മൾ ഇത് പറയാൻ പറ്റും implies x1 - x2 = 0 since x1 + x2 + 1 not equal to 0. x1 + x2 + 1 not equal to 0. x1 + x2 not equal to 0 ആയിരിക്കും. 0 ആയിരിക്കില്ല. കാരണം ഇത് 0 ആവുന്ന സമയത്ത് x1ഉം x2ഉം ഈക്വൽ ആവണമെങ്കിൽ x1ൻ്റെ വാല്യൂ, അതായത് ഇതിൻ്റെ വാല്യൂ x1 = x2 ആവും. x1ഉം x2ഉം ഈക്വൽ ആയാൽ എന്താ പറയുക? 2x1. അപ്പോൾ ആ x1ഉം x2ഉം ഈക്വൽ ആവുന്ന സമയത്ത്, അതായത് എന്താ പറയുക, ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ x1ഉം x2ഉം -1/2 ആവണം, x2ഉം -1/2 ആവുമ്പോൾ മാത്രമേ ഇത് രണ്ടും 0 ആവുള്ളൂ.
അപ്പം -1/2ൻ്റെ ഇപ്പുറത്തുള്ള ഏത് വാല്യൂ എടുത്താലും ഇത് 0 ആവില്ല. അപ്പം ഇതൊന്ന് എന്ത് ഇംപ്ലൈ ചെയ്യും? x1 = x2 ആവും. ഇംപ്ലൈസ് x1 = x2. Therefore the function is 1, 1. അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്താൽ മതി. പിന്നെ അപ്പം 1, 1 into ആണ്. ഇനിയിപ്പം ഞാൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം, f of x is equal to, third question, f is a function from r to 3/4 infinity. f of x equals x² + x + 1. ഈ ഫംഗ്ഷനെ പറ്റി എന്താ അഭിപ്രായം? ആറാണ്. ആറാകുമ്പോൾ മൊത്തം ഉണ്ടാവും, ഇങ്ങനെയാണ് മൊത്തം ഉണ്ടാവും. അപ്പം ഹൊറിസോണ്ടൽ ലൈൻ കട്ട് മോർ ദാൻ 1 പോയിന്റ്, അതുകൊണ്ട് മിനിമം ആണ്. പിന്നെന്താ ഇവിടെ നിങ്ങടെ ഉള്ളൂ, അപ്പോൾ റേഞ്ചും കോഡൊമൈനും ഈക്വലാണ്. അപ്പോൾ എന്താവും? ഓൺ ടു ആവും. അപ്പോൾ ദിസ് മെനി 1, the function will be many 1 on 2. മെനി 1 ആയിരിക്കും, ഓൺ 2 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്താൽ, സപ്പോസ് യു ക്ലബ് ദീസ് ടു, ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്താൽ എന്താ സംഭവിക്കാം? നമ്പർ 4, സപ്പോസ് f is a function from -1/2 infinity to 3/4 infinity, defined as f of x equals x² + x + 1. ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇത് 1, 1 ആയിരിക്കും, ഓൺ 2 ആയിരിക്കും. The function will be 1, 1 as well as on 2. എന്തുകൊണ്ട് 1, 1 ഓൺ 2 ആവുന്ന? -∞ ഹാഫ് 3/4 ഇൻഫിനിറ്റി. കാരണം നോക്കൂ, -∞ ആവുന്ന ഇവിടുന്ന് ഇടയുള്ളൂ. അപ്പോൾ ഈ ഭാഗം കളയണം, ഈ ഭാഗം. അപ്പോൾ 1, 1 ആണ്. പിന്നെ 3/4 ഇൻഫിനിറ്റി ഇവിടുന്ന് ഇങ്ങോട്ട് കളയാണ്. അപ്പോൾ ഇവിടുന്ന് ഇടയുള്ളൂ. അപ്പോൾ റേഞ്ച് കോഡൊമൈനും ഈക്വലാണ്. അപ്പോൾ ഓൺ 2 ആണ്. അപ്പോൾ 1, 1 ഓൺ 2 ആവും. ദ ഫംഗ്ഷൻ വിൽ ബി ബൈജക്റ്റ്. അപ്പോൾ ഇതാണ് ചോദ്യം. ഷോ ദാറ്റ് f is a function from -1/2 infinity to 3/4 infinity, defined as f of x equals x² + x + 1. ഷോ ദാറ്റ് ഇറ്റ് ഈസ് 1, 1 on 2. അത് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുക? എങ്ങനെയാണ് അത് ചെയ്യുക? ആൻഡ് ഫൈൻഡ് f inverse. f inverse എന്താണ്? വാട്ട് ഈസ് f inverse എന്നാണ് ചോദ്യം. ചോദിച്ചോളൂ. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക? ഹൗ ടു ഫൈൻഡ് f inverse? അപ്പോൾ ആദ്യം ഇത് 1, 1 ആണ്, 1, 1 ആണെന്ന് പ്രൂവ് ചെയ്യുക. പിന്നെ ഇത് ഓൺ 2 ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ ബൈജക്റ്റീവ് ആണ്. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 1, 1 ആണോ ഓൺ 2 ആണെന്ന് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. ഹെൻസ് ഇറ്റ് ഈസ് ബൈജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്തു അല്ലേ? നമ്മളിപ്പോൾ ചെയ്തതാണ്. 1, 1 ആണെന്ന് പ്രൂവ് ചെയ്തു. f of x1 ഉം f of x2 ഈക്വലാണ്. ഓൺ 2 ആണ് ഇങ്ങനെ പ്രൂവ് ചെയ്യുക. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇങ്ങനെ വൈയുടെ പ്രീമേജ് ഇതാണ്, പിന്നെന്താ പറയേണ്ടത്? y എന്ന് പറയുന്നത് എവിടുത്തെ ആളാണ്? 3/4 ഇൻഫിനിറ്റിത്തെ ആളാണ്. y എന്ന് പറയുന്നത് ഈ r എന്ന് പറയുന്നത് എന്താണ്? 3/4 ഇൻഫിനിറ്റി ആണ്. ഈ r എന്താ? ഈ ഡൊമെയിൻ എന്താണ്? ഇറ്റ് ഇസ് -1/2 ഹാഫ് ആണ്. അപ്പോൾ -1/2 ഹാഫ് ആണെങ്കിൽ എന്തായിരിക്കും പ്രത്യേകത? -1/2 -1/2 വലുതുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വൈയുടെ പ്രീമേജ് നമ്മൾ -1 ± എഴുതി. അപ്പോൾ -1 ± ചെയ്യുമ്പം ഈ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നോക്കാം. എങ്ങനെയാണ് വരിക? -1/2 അതിൻ്റെ പുറത്തേക്കാണ്, വലത്തുഭാഗത്തേക്കാണ്. -1/2 ഇൻഫിനിറ്റി. അപ്പോൾ ഇങ്ങനെയാണ് -1/2 ആൻഡ് മോർ, -1/2 കൂടുതലുള്ള ആൾക്ക്. അപ്പോൾ പ്ലസ് ആ വരിക. ഈ മൈനസ് എടുക്കാം, മൈനസ് ആകുമ്പോൾ ഇപ്പുറത്തേക്കാണ് വരിക. അപ്പോൾ പ്ലസ് ഓർ മൈനസ് ഉണ്ടാവില്ല, ഈ പ്ലസ്സേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ വൈയുടെ ഇതാണ് കോഡൊമൈനെങ്കിൽ വൈയുടെ പ്രീമേജ് ഇങ്ങനെ എടുക്കണം. -1 + √4y - 3/2 എഴുതണം. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യണം വെച്ചാൽ വൈയുടെ പ്രീമേജ് ആണല്ലോ ഇത്. വൈയുടെ പ്രീമേജ് ഇതാണെങ്കിൽ കണ്ടോ, y 3/4 3/4 വലുതുമാണ്. അപ്പോൾ 3/4 3/4 വലുതാണെങ്കിൽ ഈ സാധനം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് എപ്പോഴും ഡിഫൈൻഡ് ആയിരിക്കും, ഈ സാധനത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ വൈക്കും എന്താ പറയുക? For every y belongs to 3/4 infinity, what you can say? -1 + √4y - 3/2 is belonging to -1/2 infinity, the domain. ഇത് കോഡൊമൈൻ ആണ്. അപ്പം the domain, അതായത് for every y in the codomain, the pre-image of y is this which lies in the domain. കാരണം ഇത് എപ്പോഴും പോസിറ്റീവാണ്, അതുകൊണ്ട് ഡൊമെയിനിലുണ്ടാവും. അതുകൊണ്ട് എല്ലാ വൈയുടെയും പ്രീമേജ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഫംഗ്ഷൻ ഓൺ 2 ആണ്. ഓക്കെ, അങ്ങനെയാണ് ഈ ഫംഗ്ഷൻ ഓൺ 2 ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഹൗ ടു ഫൈൻഡ് ഇൻവേഴ്സ്? എങ്ങനെയാണ് ഇൻവേഴ്സ് കാണാം? നമുക്ക് വൈയുടെ പ്രീമേജ് ആണിത്. അപ്പോൾ നമുക്കിത് പറയാം, ഇവിടെ നിങ്ങളുടെ f ആണെങ്കിൽ അവിടെ നിങ്ങളുടെ എന്തായിരിക്കും? f inverse ആയിരിക്കും. അപ്പോൾ വാട്ട് ഈസ് f inverse?
F inverse of y will be equal to എന്ത് എഴുതാം? It is -1 plus root of 4y minus 3 by 2. ഇതാണ് F inverse അല്ലേ? അപ്പോൾ വേണമെങ്കിൽ F inverse of y is equal to that ആണെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ ആ വൈക്ക് പകരം എക്സോ സെഡോ ടിയോ എന്തായാലും കുഴപ്പമില്ല. ഓർ യു ക്യാൻ സേ F inverse x is equal to -1 plus root of 4y minus 3 divided by 2. ഇതാണ് F inverse. അപ്പോൾ you have find out the inverse also for that function. ക്ലിയർ അല്ലേ? റൈറ്റ്. അടുത്തത് composition of functions. രണ്ട് ഫങ്ഷൻസിൻ്റെ composition. നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം എഫും ജിയും രണ്ട് ഫങ്ഷൻസ് ആണെങ്കിൽ എന്താണ് എഫ് പ്ലസ് ജി, എന്താണ് എഫ് മൈനസ് ജി, എന്താണ് എഫ് ജി, എന്താണ് എഫ് ബൈ ജി. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് എഫ് ഓഫ് ജി ഓഫ് എക്സ് അല്ലെങ്കിൽ വാട്ട് ഈസ് ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇത്രയേ ഉള്ളൂ. അപ്പം ഈ എഫ് പ്ലസ് ജി പറഞ്ഞപ്പം എഫ് ഓഫ് എക്സ് എക്സും ജി ഓഫ് എക്സ് സൈൻ എക്സും ആണെങ്കിൽ എക്സ് പ്ലസ് സൈൻ എക്സ്, ഇത് എക്സ് മൈനസ് സൈൻ എക്സ്, ഇത് എക്സ് സൈൻ എക്സ്, ഇത് എക്സ് ബൈ സൈൻ എക്സ്. ഇത് പക്ഷേ വേറെയാണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സമ്മർ, ഡിഫറൻസ്, പ്രോഡക്റ്റ്, കോഷ്യൻ്റ് പഠിച്ചിട്ടുണ്ട്. കോഷ്യൻ്റ് വർക്ക് ചെയ്യണമെങ്കിൽ ജി ഓഫ് എക്സ് 0 ആവരുത്. ഇതിന് പറയുന്ന പേരാണ് കമ്പോസിഷൻസ്. വി കോൾ ദിസ് ആസ് കമ്പോസിഷൻസ്. ഇത് നമ്മൾ പറയുന്ന എഫ് ഓഫ് ജി ഓഫ് എക്സിന് പറയുന്ന പേരാണ് എഫ് എന്ന് എഴുതിയിട്ട് ഇങ്ങനെ എഴുതാം. ഇതിന് പറയുന്ന പേരാണ് ജി ഓഫ് എഫ് ഓഫ് എക്സ്. നമ്മൾ പറയാം ജി ഓഫ് എഫ് ഓഫ് എക്സ് കമ്പോസിഷനാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ആണെന്ന് ചോദിച്ചോളൂ, ജി ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണെന്ന് ചോദിച്ചോളൂ. വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് സാധനങ്ങൾ. ജി ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്, എഫ് ഓഫ് എക്സ് സൈൻ എക്സും ജി ഓഫ് എക്സ് എക്സ് സ്ക്വയറും ആണെന്ന് വിചാരിക്കാം. എന്തായിരിക്കും എഫ് ഓഫ് ജി ഓഫ് എക്സ് അഥവാ എഫ് ഡോട്ട് ജി എക്സ്? എന്തായിരിക്കും എഫ് ഡോട്ട് ജി എക്സ്? ഇറ്റ് വിൽ ബി എഫ് ഓഫ് ജി ഓഫ് എക്സിന് പകരം എക്സ് സ്ക്വയറിന് എഴുതാം. ആൻഡ് എഫ് ഓഫ് എക്സ് സ്ക്വയർ ഇസ് സൈൻ എക്സ് സ്ക്വയർ. അപ്പോൾ വാട്ട് വിൽ ബി എഫ് ഓഫ് ദിസ്? ഇറ്റ് ഇസ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ. സൈൻ ഓഫ് എക്സ് സ്ക്വയർ ഇങ്ങനെയാണ്. ഇതിപ്പോൾ തിരിച്ചാണെങ്കിലോ വാട്ട് വിൽ ബി ജി ഓഫ് എഫ് ഓഫ് എക്സ്? വാട്ട് വിൽ ബി ജി ഓഫ് എഫ് ഓഫ് എക്സ്? വാട്ട് വിൽ ബി ജി ഡോട്ട് എഫ് ഓഫ് എക്സ്? എന്തായിരിക്കും ജി ഡോട്ട് എഫ് ഓഫ് എക്സ്? സിമ്പിളാണ്. ദിസ് ഇസ് ജി ഓഫ് എഫ് ഓഫ് എക്സിന് പകരം സൈൻ എക്സ്. എന്തായിരിക്കും? ജി ഓഫ് എക്സിന് വേണ്ടി സ്ക്വയർ ചെയ്യലാണ്. അപ്പോൾ ജി ഓഫ് സൈൻ എക്സ് എന്തായിരിക്കും? സൈൻ സ്ക്വയർ എക്സ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, സൈൻ എക്സ് സ്ക്വയറും സൈൻ സ്ക്വയർ എക്സും ഒന്നല്ല, സെയിം അല്ല. ഇത് സൈൻ എക്സ് സ്ക്വയർ ആണ്, ഇത് സൈൻ എക്സ് സ്ക്വയർ ആണ്, ഇത് സൈൻ സ്ക്വയർ എക്സ് ആണ്. മനസ്സിലുണ്ടോ? പ്രോസസ്സ് വ്യത്യാസമുണ്ട്. അപ്പം ആദ്യം അതായത് എക്സിനെ സ്ക്വയർ ചെയ്തിട്ട് സൈൻ ചെയ്യലാണ്, സൈൻ ഓഫ് എടുക്കലാണ്. ഇവിടെ എന്താണ്? എക്സിനെ സൈൻ ചെയ്തിട്ട് സ്ക്വയർ ചെയ്യലാണ്. ഇത് എക്സിനെ സ്ക്വയർ ചെയ്തിട്ട് സൈൻ ചെയ്യണം. ആദ്യം സ്ക്വയറാണ് ചെയ്യണത്, പിന്നെയാണ് സൈൻ ഓപ്പറേറ്റ് ചെയ്യണത്. ഇവിടെയോ ആദ്യം സൈനിനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യണം, പിന്നെയാണ് സ്ക്വയർ ചെയ്യണത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആദ്യം സോക്സ് ഇട്ടു, പിന്നെ ഷൂസ് ഇട്ടു. അപ്പോൾ ആദ്യത്തെ പ്രവൃത്തി സോക്സ് ആണ്, പിന്നെ ഷൂസ്. മനസ്സിലുണ്ടോ? അപ്പോൾ ആദ്യത്തെ പ്രവൃത്തി രണ്ടാമത്തെ പ്രവൃത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലത്തെ ആദ്യത്തെ പ്രവൃത്തി ആരാണ്? എഫ് ആണോ ജി ആണോ? ജി ആണ് ആദ്യത്തെ പ്രവൃത്തി. വലത്തു ഭാഗത്ത് നിന്ന് ഇടത്ത് ഭാഗത്തേക്കാണ് ആ പ്രവൃത്തിയുടെ ക്രൊണോളജി. അപ്പോൾ ആദ്യം ജി പിന്നെ എഫ്. കേട്ടോ? ആദ്യം സ്ക്വയർ ചെയ്യുക, പിന്നെ സൈൻ ചെയ്യുക. കേട്ടോ? ഇവിടെയോ ആദ്യം എഫ്, ആദ്യം സൈൻ, പിന്നെ ജി. ആദ്യം എഫ് പിന്നെ ജി. അപ്പോൾ എപ്പോഴും ക്രൊണോളജി ഈസ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഇതിനാണ് നമ്മൾ കമ്പോസിഷൻ ഓഫ് 2 മാപ്സ്. 2 മാപ്പ് ആവാം, അല്ലെങ്കിൽ 3 മാപ്പ് ആവാം, 10 മാപ്പ് ആവാം, തോന്നി മാറി ആവാം, എത്ര മാപ്പ് വേണമെങ്കിൽ ആവാം. അപ്പോൾ ദിസ് ഇസ് വാട്ട് വി കോൾ കമ്പോസിഷൻ. ഈ കമ്പോസിഷന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. മെയിനായിട്ട് 3 പ്രോപ്പർട്ടി ഉള്ളത്. മെയിനായിട്ട് പിന്നെയും കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. 3 പ്രോപ്പർട്ടി നിർബന്ധമായിട്ടും പഠിക്കണം. ഒന്ന്, എഫ് ഓഫ് ജി ഓഫ് എക്സും ജി ഓഫ് എഫ് ഓഫ് എക്സും ഒരിക്കലും ഈക്വൽ അല്ല, സാധാരണ ഗതിയിൽ ഈക്വൽ അല്ല. അപ്പോൾ കമ്പോസിഷൻ മാപ്പ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഏറ്റവും നല്ല ഉദാഹരണം എന്താണ്? കണ്ടോ? സൈൻ എക്സ് സ്ക്വയർ, സൈൻ സ്ക്വയർ എക്സ്. ഷൂസ് ഇട്ടിട്ട് സോക്സ് ഇടണം, സോക്സ് ഇട്ടിട്ട് ഷൂസ് ഇടണം തമ്മിൽ വ്യത്യാസമില്ലേ? അപ്പോൾ ആ ക്രൊണോളജി മാറിയാൽ സംഭവം വ്യത്യാസമായി പോകില്ലേ? അതുകൊണ്ടാണ്
കമ്പോസിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. എഫ് ഓഫ് ജി ഓഫ് എക്സും ജി ഓഫ് എഫ് ഓഫ് എക്സും ഒരിക്കലും ഈക്വൽ അല്ല. ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താ വെച്ചാൽ അസോസിയേറ്റീവ് ആണത്. മൂന്നെണ്ണം ഉണ്ടെങ്കിൽ, അതായത് എഫ് ജി എച്ച് ആച്ചോളൂ. അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് എച്ച് എക്സ് വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എച്ച്. ഇറ്റ് ഈസ് അസോസിയേറ്റീവ്. കമ്പോസിഷൻ മാപ്പ് അസോസിയേറ്റീവ് ആണ്. അപ്പോൾ 3 മാപ്പുണ്ട്, അസോസിയേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കും. വെറുതെ എന്താണ്, ആദ്യം ബ്രാക്കറ്റ് ആദ്യം ചെയ്യുക, പിന്നെ കമ്പോസിഷൻ ചെയ്യുക. ഇറ്റ് ഈസ് അസോസിയേറ്റീവ്. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്, ജി ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്, എച്ച് ഓഫ് എക്സ് എക്സ് പ്ലസ് 4 ആച്ചു, അല്ലെങ്കിൽ എക്സ് പ്ലസ് 4 ആണ്. അപ്പം ഇത് ഈ 3 ഫംഗ്ഷൻസിൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് പറയൂ. എച്ചിൻ്റെ പണി 4 കൂട്ടലാണ്. എഫിൻ്റെ പണി എന്താ? എഫിൻ്റെ പണി എന്താ? സൈൻ ചെയ്യലാണ്, സൈൻ ഓഫ്. പിന്നെ എന്താ പറയുക, ജിയുടെ പണി എന്താ? സ്ക്വയർ ചെയ്യൽ. നമുക്ക് നോക്കാം അസോസിയേറ്റീവ് വർക്ക് ചെയ്യുമെന്ന്. ഇപ്പം നമ്മൾ ഇപ്പോൾ വെരിഫൈ ചെയ്തു കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് വെരിഫൈ ചെയ്തു. കാരണം എന്താ? എഫ് ഓഫ് ജി സൈൻ എക്സ് സ്ക്വയർ ആണ്, മറ്റേ സൈൻ സ്ക്വയർ എക്സ് ആണ്. സൈൻ എക്സ് സ്ക്വയറും സൈൻ സ്ക്വയർ എക്സും ഈക്വൽ അല്ല, അതുകൊണ്ട് കമ്മ്യൂട്ടേറ്റീവ് അല്ല. എക്സാമ്പിൾ വെരിഫൈ ചെയ്യാനേ ചോദിക്കുള്ളൂ, പ്രൂവ് ചെയ്യാനൊന്നും ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യേണ്ട, വെരിഫൈ ചെയ്താൽ മതി. പിന്നെ അസോസിയേറ്റീവ് ആണ്, വെരിഫൈ ദിസ് യൂസിങ് അസോസിയേറ്റീവ് ആണെന്ന് വെരിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. അസോസിയേറ്റീവ് പ്രൂവ് ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം. അപ്പോൾ ആദ്യം എൽ എച്ച് എസ് എടുക്കുക. വാട്ട് ഈസ് എൽ എച്ച് എസ്? എന്താ അസോസിയേറ്റീവ് പ്രൂവ് ചെയ്യാണ്. വാട്ട് ഈസ് എൽ എച്ച് എസ്? എന്താ എൽ എച്ച് എസ്? എഫ് ഡോട്ട് ജി ഡോട്ട് എച്ച്. ഇവിടെയാണ് ബ്രാക്കറ്റ്. എക്സ് എഴുതിക്കണം. ഇവിടെ എക്സ് ഉണ്ട്, സാധാരണ എക്സ് എഴുതാറുണ്ട്. ചിലപ്പോൾ എക്സ് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മാപ്പ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ആദ്യം ജി ഡോട്ട് എഫ് എക്സ് ഉണ്ട്. ഇറ്റ് ഈസ് എഫ് ഓഫ്, ഇത് സംഭവം ഇങ്ങനെയാണ്, എഫ് ഓഫ് ജി ഓഫ് എച്ച് ഓഫ് എക്സ്. ഇതാണ് സംഭവം. ഇതിനെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എഫ് ഓഫ് ജി ഓഫ് എച്ച് ഓഫ് എക്സ്. കാരണം ജി ഡോട്ട് എച്ച് ഓഫ് എക്സ് അതാണ്. ഇനി ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്താണ്? എച്ച് ഓഫ് എക്സ് എന്താ? എക്സ് പ്ലസ് 4. അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് 4. ഇനി ജിയുടെ പണി എന്താ? സ്ക്വയർ ചെയ്യൽ. ജിയുടെ പണി സ്ക്വയർ ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് പ്ലസ് 4 സ്ക്വയർ, എക്സ് പ്ലസ് 4 സ്ക്വയർ. എഫിൻ്റെ പണി എന്താ? സൈൻ. അപ്പോൾ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദിസ്? സൈൻ ഓഫ് എക്സ് പ്ലസ് 4 സ്ക്വയർ. ഇതാണ് എൽ എച്ച് എസ്. ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? പ്ലീസ്, ക്ലിയർ ആണ്. ഇനി റൈറ്റ് സൈഡ് ആർ എച്ച് എസ് ഈക്വൽസ്. എന്താ ആർ എച്ച് എസ്? ഇറ്റ് ഈസ് എഫ് ഡോട്ട് ജി ഓഫ് എച്ച്. അപ്പോൾ ഇതും അതെ നമ്മൾ ചെയ്യേണ്ടത്. ഇത് ബൈഫക്കേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. എഫ് ഓഫ് ജി ഓഫ് എച്ച് ഓഫ് എക്സ് തന്നെയാണിത്. ഇതിൻ്റെ അർത്ഥം തന്നെയാണ്, എഫ് ഓഫ് ജി ഓഫ് എച്ച് ഓഫ് എക്സ് തന്നെയാണ്. അപ്പോൾ വാട്ട് ഇസ് എഫ് ഓഫ് ജി ഓഫ് എച്ച് ഓഫ് എക്സ്? സെയിം തന്നെയാണ്, എഫ് ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് 4 ആൻഡ് ഇറ്റ് ഈസ് എഫ് ഓഫ് എക്സ് പ്ലസ് 4 സ്ക്വയർ or it is sine of x plus 4 square. അതുകൊണ്ട് കമ്പോസിഷൻ മാപ്പ് എപ്പോഴും അസോസിയേറ്റീവ് ആണ്. അപ്പോൾ 2 പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താ വെച്ചാൽ, തേർഡ് പ്രോപ്പർട്ടി, എഫ് ഓഫ് ജി ഹോൾ ഇൻവേഴ്സ്. എഫ് ഓഫ് ജി ഹോൾ ഇൻവേഴ്സ്, ഇറ്റ് ഇസ് ജി ഇൻവേഴ്സ് ഡോട്ട് എഫ് ഇൻവേഴ്സ്. ജി ഇൻവേഴ്സ് ഡോട്ട് എഫ് ഇൻവേഴ്സ്. ഇത് നമുക്കറിയാം. എഫ് ഡോട്ട് ജി, ആദ്യം സോക്സ് ഇട്ടു, പിന്നെ ഷൂസ് ഇട്ടു. അഴിക്കുമ്പോൾ എന്താ? ആദ്യം സോക്സ് ആണ്, ആദ്യം ഷൂസാണ് അഴിക്കുക, പിന്നെ സോക്സ് ആണ് അഴിക്കുക. അതായത് ആദ്യത്തെ ഈ എഫ് ഓഫ് ജിയുടെ ആദ്യത്തെ പ്രവൃത്തി ജി, പിന്നെ എഫ് ആണ്. തിരിച്ചു വരുമ്പോൾ ആദ്യത്തെ പ്രവൃത്തി എഫ് ഇൻവേഴ്സ് ആണ്. എഫിനെയാണ് തിരിച്ചിടുക, പിന്നെ ജീനെ തിരിച്ചിടുക. അങ്ങനെ ആലോചിക്കും. ഇറ്റ് ഇസ് എഫ് ഇൻ. ഇതൊക്കെ ഈ 3 പ്രോപ്പർട്ടിയും മാട്രിസസിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. രണ്ടും രണ്ടാണ്, എന്തായാലും പ്രോപ്പർട്ടി ആയിട്ട് ബന്ധമുണ്ട്. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്. എ ബി ഹോൾ ഇൻവേഴ്സ്, ബി ഇൻവേഴ്സ്, എ ഇൻവേഴ്സ് അല്ലേ. അപ്പോൾ അതായിട്ട് ഒരു ചെറിയ ലിങ്ക് ഉണ്ട്, ഒന്ന് വെറുതെ ഓർക്കുക. ഇറ്റ് ഇസ് എഫ് ഓഫ് ജി ഹോൾ ഇൻവേഴ്സസ് ജി ഇൻവേഴ്സ് ഡോട്ട് എഫ് ഇൻവേഴ്സ്. പിന്നെ നാലാമതൊരു വളരെ സിമ്പിളായിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്, എഫ് ഇൻവേഴ്സ് ഇൻവേഴ്സ് അല്ല, എഫ് ഇൻവേഴ്സ് ഇൻവേഴ്സ് അല്ല. നാലാമത്തെ പ്രോപ്പർട്ടി, ഈ എഫ് ഓഫ് ജിയും എഫ് ഓഫ് ജി ഓഫ് എക്സും ജി ഓഫ് എഫ് ഓഫ് എക്സും എഫ് ഓഫ് ജി ഓഫ് എക്സും ജി ഓഫ് എഫ് ഓഫ് എക്സും എക്സ് ആണെങ്കിൽ, ഐഡൻറ്റിറ്റി മാപ്പ് ആണെങ്കിൽ, എഫും ജിയും ഇൻവേഴ്സ് ആയിരിക്കും. എഫ് ആൻഡ് ജി ആർ ഇൻവേഴ്സസ് ഓഫ് ഈച്ച് അതർ.
എഫ് ജി ഇൻവേഴ്സ് ആയിരിക്കും, എഫ് ഇൻവേഴ്സ് ജി ആയിരിക്കും. ആൻഡ് എഫ് ഇൻവേഴ്സ് വിൽ ബി ജി. ആൻഡ് എഫ് ഇൻവേഴ്സ് വിൽ ബി ജി. അപ്പോൾ എന്താണ് നാലാമത്തെ പ്രോപ്പർട്ടി? എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ എഫ് ആൻഡ് ജി ആർ ഇൻവേഴ്സസ് ഓഫ് ഈച്ച് അതർ. ഓക്കെ, ഇതാണ് കമ്പോസിറ്റ് മാപ്പിൻ്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, വിൽ ഡു എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദാറ്റ്. ഇതാണ് ചോദ്യം. ഒരു ഫംഗ്ഷൻ ഉണ്ട്. എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം റിയൽ നമ്പർ -2/5. റിയൽ നമ്പറിന് 2/5 പുറത്തെടുത്തിട്ടുണ്ട്. ഡൊമെയിനിലും അതെ, കോഡൊമെയിനിലും അതെ, 2/5 പുറത്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. 3 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന് ബൈജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം, പിന്നെ അത് ഇൻവേഴ്സ് എന്താണെന്ന് പറയണം, പിന്നെ എഫ് ഓഫ് എക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം ബൈജക്റ്റീവ് നമ്മൾ പണ്ട് ചെയ്ത ഭാഗത്തിന് ബൈജക്റ്റീവ് ആണെങ്കിൽ ആദ്യം 1 1 ആണെന്ന് പ്രൂവ് ചെയ്യണം, പിന്നെ ഓൺ ടു ആണ് പ്രൂവ് ചെയ്യണം. എങ്ങനെയാണ് 1 1 പ്രൂവ് ചെയ്യുക? അപ്പോൾ ആദ്യം 1 1 പ്രൂവ് ചെയ്യാം. നമുക്ക് 1 1 ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. യു ആർ ഗോയിങ് ടു ഷോ ദാറ്റ് എഫ് ഇസ് ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് ആണെങ്കിൽ 1 1 ആണെന്ന് പ്രൂവ് ചെയ്യണം, പിന്നെ ഓൺ ടു ആണ് പറയണം. അപ്പോൾ ഈ 1 1 ആണെങ്കിൽ എന്താണ്? ലെറ്റ് എഫ് ഓഫ് x1 ഈക്വൽസ് എഫ് ഓഫ് x2. അപ്പം 2x1, വാട്ട് ഡസ് ദാറ്റ് ഇംപ്ലൈ? 2x1 - 3 ബൈ 5x1 - 2 എന്താവണം? 2x2 - 3 ഡിവൈഡഡ് ബൈ 5x2 - 2. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 10x1 x2 minus 4x1 plus 6 is equal to, ഇത് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ. ഇറ്റ് ഇസ് 10x1 x2 minus 4x2 plus 6. ഇതിൽ കോമൺ ടേംസ് ക്യാൻസൽ ആവും. 10x1 x2 10x1 x2 ക്യാൻസൽ ആവും. ഈ 6ഉം 6ഉം ക്യാൻസൽ ആവും. അപ്പോൾ എന്താ കിട്ടുക? ഇംപ്ലൈസ് -4x1 equals -4x2, and that should imply x1 equals x2. -4 5 is 4 വെട്ടിപ്പ്. അപ്പോൾ f of x1 equals f of x2 implies x1 equals x2. Therefore function is 1 1. സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണത്. എഫ് ഇസ് 1. ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? യു ടേക്ക് എ y in the codomain, show that, equate the function to y and find the pre-image of y and show that for every y in the codomain, pre-image is there in the domain. എന്നാ പറയേണ്ടത് അല്ലേ? കോഡൊമെയിനിൽ അപ്പം എങ്ങനെയാണ് കോഡൊമെയിനിൽ ഒരു y എടുക്കുക? ആ 2x. അപ്പോൾ ഓൺ ടു ആണ് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. യു ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് ഇസ് ഓൺ ടു. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? കോഡൊമെയിനിൽ ഒരു y എടുക്കുക. ലെറ്റ് y ബിലോങ്സ് ടു കോഡൊമെയിൻ. കോഡൊമെയിൻ എന്താ? ഇതാണ് ഡൊമെയിൻ, ദ കോഡൊമെയിൻ. ഇവിടെ രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷേ കോഡൊമെയിനിലാണ് y എടുക്കേണ്ടത് എന്നുള്ളത് അത് ശ്രദ്ധിക്കണം. ലെറ്റ് y ബിലോങ്സ് ടു 2 minus r minus 2/5 the codomain. കോഡൊമെയിനിലാണ് ആ എലമെൻറ്റ് എടുക്കുന്നത്. വൈയുടെ പ്രീ ഇമേജ് കാണാം. എങ്ങനെ വൈയുടെ പ്രീ ഇമേജ് കാണാം? ഏതാണോ ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ വൈയിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പം ഞാനിതൊക്കെ പലപ്പോഴും ചെയ്തതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാണ്. ആ എയറോ ഡയഗ്രാം ഒന്നും വരയ്ക്കാതെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഓക്കെ, വൈയിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് എക്സിൻ്റെ വൈയുടെ ടേമിൽ എഴുതുക. എപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ്. എക്സിൻ്റെ വൈയുടെ ടേമിൽ എഴുതുക. എക്സിൻ്റെ വൈയുടെ ടേമിൽ എഴുതിയാൽ എന്താ വരിക? 2x - 3 is equal to 5xy - 2y വരും. ഇവിടെ എക്സിൻ്റെ x is equal to എന്താ വരിക? x ഇൻറ്റു എന്താ വരിക? 2 - 5y is equal to 3 - 2y. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 3 - 2y ഡിവൈഡഡ് ബൈ 2 - 5. വേണമെങ്കിൽ അത് ഭംഗിയിലാക്കാം അല്ലേ? Therefore x is equal to, you can say also like this, it is 2y - 3 divided by 5y - 2. ഇതിൻ്റെ അർത്ഥം എന്താ? എക്സിനെ വൈയുടെ ടേമിൽ എഴുതിയ അതിൻ്റെ അർത്ഥം എന്താ? ദ പ്രീ ഇമേജ് ഓഫ് വൈ. അതിൻ്റെ അർത്ഥം ഇതാണ്. ഇതിൻ്റെ അർത്ഥം എന്താ? ദ പ്രീ ഇമേജ്, ദ പ്രീ ഇമേജ്, ദ പ്രീ ഇമേജ്, ദ പ്രീ ഇമേജ് ഓഫ് വൈ ഈസ് എന്താണ്? 2y - 3 ഡിവൈഡഡ് ബൈ 5y - 2. പ്രീ ഇമേജ് അതാണ്. 2y - 3 ഡിവൈഡഡ് ബൈ 5y - 2. ഇതാണ് പ്രീ ഇമേജ്. ഇനി എന്താ നോക്കേണ്ടത്? വൈയുടെ പ്രീ ഇമേജ് ആണല്ലോ അത്. അപ്പോൾ 5y - 2 പ്രീ ഇമേജ് ഓഫ് y ഇസ് 5y - 2 പറയുന്നത് എന്താ? ഇവിടെ y ഉണ്ടെങ്കിൽ അതിൻ്റെ ഇമേജ് 5y - 2 ആണ്.
അപ്പുറത്തെ വൈയുടെ, അതായത് ഇപ്പം നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ നല്ലതാണ്. ദിസ് ഇസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് മൈനസ് 2/5. ഇതും അതേ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് മൈനസ് 2/5. ഈ സാധനം ഡൊമെയിനാണ്, അത് കോഡൊമെയിനാണ്. അപ്പോൾ ഇവിടെ y എടുക്കുകയാണെങ്കിൽ ആ വൈയുടെ പ്രീമേജ് ആണ് നമ്മൾ കണ്ടത്. എന്താ പ്രീമേജ്? 2y - 3 ഡിവൈഡഡ് ബൈ 5y - 2. ഇതിൽ y എടുക്കുമ്പോൾ y എന്തായാലും 2/5 ആവില്ലല്ലോ. കാരണം 6 2/5 എടുത്ത് കളഞ്ഞിട്ടുള്ള സെറ്റിൽ നിന്നാണ് y എടുക്കുന്നത്. അപ്പോൾ y ഒരിക്കലും 2/5 ആവില്ല. അപ്പോൾ y 2/5 ആവില്ലെങ്കിൽ ഇത് എന്തായാലും ഡിഫൈൻഡ് ആണ്. കാരണം ഈ സാധനം ഡിഫൈൻഡ് ആവാത്തത് 5y - 2 0 ആകുമ്പോൾ മാത്രമാണ്. 5y - 2 0 ആവുക y 2/5 ആകുമ്പോഴാണ്. അപ്പോൾ y 2/5 ആവുന്ന സന്ദർഭം ഇല്ല. അപ്പം y 2/5 ആകുമ്പോൾ മാത്രമേ ഡിഫൈൻഡ് ആവാതിരിക്കുള്ളൂ, അല്ലാത്തപ്പോഴൊക്കെ ഡിഫൈൻഡ് ആണ്. അപ്പോൾ y 2/5 ആവാത്തതുകൊണ്ട് we can say whenever y belongs to the codomain 2y - 3 by y - 2 is also in the belongs to r - 2/5 for every y. എല്ലാ വൈക്കും എല്ലാം. അതുകൊണ്ട് എല്ലാവർക്കും പ്രീമേജ് ഉണ്ട്. അതുകൊണ്ട് ഫംഗ്ഷൻ എന്താ? ഓൺടു ആണ്. therefore f is onto. അപ്പോൾ ഫംഗ്ഷൻ 1 ആണ്, ഓൺടു ആണ്, അതുകൊണ്ട് ബൈജക്റ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ഇത് പ്രൂവ് ചെയ്തു കേട്ടോ. ഷോ ദാറ്റ് ഇറ്റ് ഇസ് ബൈജക്റ്റീവ്. 1 ആണ്, ഓൺടു ആണ്, അതുകൊണ്ട് ബൈജക്റ്റീവ്. ഇനി ഹൗ ടു ഫൈൻഡ് എഫ് ഇൻവേഴ്സ്? എഫ് ഇൻവേഴ്സ് എങ്ങനെ കാണാം? നോക്കൂ, പ്രീമേജ് ഓഫ് y. നോക്കൂ, പ്രീമേജ് ഓഫ് y 2y - 3 by y - 2 ആണ്. അപ്പം ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫംഗ്ഷൻ എഫ് ആണ്, അവിടെ നിന്നുള്ള ഫംഗ്ഷൻ എഫ് ഇൻവേഴ്സ് അല്ലേ? അപ്പോൾ വാട്ട് ഇസ് എഫ് ഇൻവേഴ്സ്? പ്രീമേജ് ഓഫ് y. ഇവിടുന്ന് തുടങ്ങാം. പ്രീമേജ് ഓഫ് y is 2y - 3. അതിൻ്റെ അർത്ഥം എന്താ? എഫ് ഇൻവേഴ്സ് y is equal to 2y - 3 ഡിവൈഡഡ് ബൈ 5y - 2. ആ പ്രീമേജ് നിന്നാണ് ഇൻവേഴ്സ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എഫ് ഇൻവേഴ്സ് y is equal to 2y - 3 by y - 2. അപ്പോൾ ആ വൈക്ക് പകരം സെഡോ ടിയോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം, എക്സോ എന്ത് വെച്ചാൽ കൊടുക്കാം. അപ്പോൾ യു ക്യാൻ സേ എഫ് ഇൻവേഴ്സ് എക്സ് is equal to 2x - 3 by 5x - 3 എഴുതിയാലും തിരക്കിടില്ല. ഇങ്ങനെ എഴുതിയോണ്ട് കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയോണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ദാറ്റ് ഇസ് ആൻസർ. അപ്പോൾ ഇത് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ ആൻസറായി. എഫ് ഇൻവേഴ്സ് y എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, എഫ് ഇൻവേഴ്സ് എക്സ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ചെയ്തു, എഫ് ഇൻവേഴ്സ് ചെയ്തു. അത് വർക്ക് ചെയ്യണമെങ്കിൽ ബൈജക്റ്റീവ് ആവണം എന്നുള്ളത് നിർബന്ധമാണ്. അടുത്ത ചോദ്യം എന്താ? വാട്ട് ഇസ് എഫ് ഓഫ് എക്സ്? എന്താ എഫ് ഓഫ് എക്സ്? ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലായോ? എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 2x - 3 by 5x - 2 ആണ്. എഫ് ഇൻവേഴ്സ് എക്സും അതിൻ്റെ അല്ലേ? അപ്പോൾ എഫ് ഇൻവേഴ്സും ഈക്വൽ അല്ലേ? എഫ് ഇൻവേഴ്സും ഈക്വൽ ആണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് എക്സ് ആണ്. എഫ് ഇൻവേഴ്സ് എക്സ് എപ്പോഴും എക്സ് ആണ്. എന്താണോ എഫ് ചെയ്യണം അതിന് അൺഡു ചെയ്യലാണ് എഫ് ഇൻവേഴ്സ് ചെയ്യണം അല്ലേ? അപ്പം പക്ഷേ നമുക്ക് വേണമെങ്കിൽ വൃത്തിയായിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു ഹിയർ എഫ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ എഫ് ഇൻവേഴ്സും എഫും ഈക്വൽ ആണ്. എഫ് ഇൻവേഴ്സ് എല്ലാ സമയത്തും ഈക്വൽ ആണെന്നില്ല, ഈ ഫംഗ്ഷന് മാത്രം പ്രത്യേകതയുണ്ട്. എഫ് ഇൻവേഴ്സും എഫും ഈക്വൽ ആണ്. അപ്പം എഫ് ഓഫ് എക്സ് വന്നാൽ എഫ് ഓഫ് ഇത് വെറുതെ നമ്മൾ നോട്ട് ചെയ്യുന്നത് മാത്രം. ഹിയർ എഫ് ഇൻവേഴ്സ് ഈക്വൽസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ വാട്ട് ഇസ് എഫ് ഓഫ് എക്സ് ഈക്വൽസ്? ഇറ്റ് ഇസ് എഫ് ഓഫ് എക്സ് അല്ലേ? എഫ് ഓഫ് എക്സ്. ഇറ്റ് ഇസ് എഫ് ഓഫ്, വാട്ട് ഇസ് എഫ് ഓഫ് എക്സ്? ഇറ്റ് ഇസ് 2x - 3 ഡിവൈഡഡ് ബൈ 5x - 2 അല്ലേ? എഫ് ഓഫ് എക്സ് ആണ്. നമുക്കിത് എക്സ് ആണെന്ന് അറിയാം, പക്ഷെ എന്നാലും പ്രൂവ് ചെയ്യാം എങ്ങനെയാണ്. ഇറ്റ് ഇസ് എന്താ ചെയ്യേണ്ടത്? ഇറ്റ് ഇസ് 2 × 2x - 3 by 5x - 2. എക്സിന് പകരം എഫ് ഓഫ് എക്സ് ആണിത്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്താണ് 2x - 3 by 5x - 2. അത് അങ്ങനെ തന്നെ ഇവിടെ കൊടുക്കാം. -3 എക്സിന് പകരം അത് കൊടുക്കാം. ഡിവൈഡഡ് ബൈ 5 × ഇത് എഴുതി പഠിക്കണേ, എന്നാലേ വരുള്ളൂ, എന്നാലേ എഴുതാൻ പറ്റുള്ളൂ പരീക്ഷയ്ക്ക്. 5x - 2 -2. ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഇതൊന്നും നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യാം. യു ക്യാൻ സീ ദാറ്റ് ദ വാല്യൂ ഇസ് എക്സ്. therefore f of x is equal to x. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ആണേ. സിംപ്ലിഫൈഡ് യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഇസ് എക്സ്. ഓക്കെ, അങ്ങനെയാണ് കമ്പോസിഷൻ. ഇതിൽ ഒരു നോട്ട് എഴുതണം. ഇതിൽ ഈ ചോദ്യത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു ഐഡിയ ഉണ്ട്, അതും കൂടി നമുക്ക് അതിൻ്റെ കൂടെ എഴുതാം. ഒരു നോട്ട് എഴുതാം പ്ലീസ്. നോട്ട് നമ്പർ 1. ഈ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടതല്ല, പക്ഷേ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റാണ്. ചോദ്യം കഴിഞ്ഞു, ചോദ്യമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ്. ഒന്നാമത്തെ ചോദ്യം, എഫും എഫ് ഇൻവേഴ്സും ഈക്വൽ ആണെങ്കിൽ അങ്ങനത്തെ ഫംഗ്ഷന് പേരാണ് സിമെട്രിക് ഫംഗ്ഷൻ. എഫ് ഇസ് കോൾഡ് സിമെട്രിക് ഫംഗ്ഷൻ.
If f equals f inverse, f is called symmetric function. ഈ ക്വസ്റ്റ്യൻ അതാണ്, എഫും എഫ് ഇൻവേഴ്സും ഈക്വൽ ആണ്. രണ്ടാമത്തെ ഐഡിയ, എഫും എഫ് ഇൻവേഴ്സും ഈക്വൽ ആയാൽ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇഫ് എഫ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ദെൻ നോക്കൂ, എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? റിസൾട്ട് എഴുതാൻ നിൽക്കട്ടെ. വാട്ട് ഇസ് എഫ് ഓഫ് എക്സ്? ഇപ്പം നമ്മൾ ചെയ്തു എക്സ് ആണ്. വാട്ട് വിൽ ബി എഫ് ഓഫ് എക്സ്? എന്തുകൊണ്ടാണ് എഫ് ഓഫ് എക്സ് എക്സ് ആയത്? ഒരു എഫ് ഇൻവേഴ്സാണ്. അപ്പോൾ എഫ് ഇൻവേഴ്സും കൂടി കണക്ട് ചെയ്യുമ്പോൾ അത് നള്ളിഫൈഡ് ആവും. ഇപ്പോൾ എക്സ് തന്നെ ആവും. ഇവിടെ 3 എഫ് ഉണ്ടാകുമ്പോൾ 2 എഫ് ക്യാൻസൽ ആവും. അപ്പോൾ ഒരു എഫ് ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇറ്റ് വിൽ ബി എഫ് ഓഫ് എക്സ്. 4 എഫ് ഉണ്ടെങ്കിൽ മൊത്തം ക്യാൻസൽ ആവും. 5 എഫ് ഉണ്ടെങ്കിൽ ഒരു എഫ് ബാക്കി ഉണ്ടാവും. 10 എഫ് ഉണ്ടെങ്കിൽ മൊത്തം ക്യാൻസൽ ആവും. 11 എഫ് ഉണ്ടെങ്കിൽ ഒരു എഫ് ബാക്കി ഉണ്ടാവും. അതായത് ദെൻ എഫ് ഓഫ് എക്സെട്ര ഓഫ് എഫ്, ഇത് n എഫ്സിൻ്റെ ചോദ്യം, n ടൈംസ് എക്സ്. എഫ് ഓഫ് എക്സെട്ര ഓഫ് എഫ് n ടൈംസ്. ഇതിൽ ചിലപ്പോൾ അത് എക്സ് ആയിരിക്കും. എപ്പോഴാണ് എക്സ് ആവുക? n ഈവൻ ആവും. n ഈവൻ നമ്പറാണ്. 2 എണ്ണാണെങ്കിൽ എക്സ്, 4 എണ്ണാണെങ്കിൽ എക്സ്, 6 എണ്ണാണെങ്കിൽ എക്സ്. എഫും എഫ് ഇൻവേഴ്സും ഈക്വൽ ആണെങ്കിൽ. അല്ലെങ്കിലോ n ഓഡ് ആണെങ്കിലോ ഇത് എഫ് ഓഫ് എക്സ്. ഒന്ന് ആലോചിച്ചൂടെ എന്താണ്? ഇതാണ് കൺസെപ്റ്റ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഓൾസോ. എഫ് സിമെട്രിക് ആണെങ്കിൽ, എഫ് സിമെട്രിക് ആണെങ്കിൽ എഫ് composition of even number of maps, it is identity map X. Composition of odd number of maps, it is f of x. മനസ്സിലായോ? ഓക്കെ, ഇനി ഇപ്പം ചെയ്ത ചോദ്യമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഒരു കൺസെപ്റ്റ് കൂടി ഉണ്ട്. മൂന്നാമത്തെ കൺസെപ്റ്റ്, എഫ് ഓഫ് എക്സ് എ എക്സ് പ്ലസ് ബി ബൈ സി എക്സ് പ്ലസ് ഡി ആണെങ്കിൽ, എ എക്സ് പ്ലസ് ബി ബൈ സി എക്സ് പ്ലസ് ഡി ആണെന്ന് വെച്ചോളൂ. എഫ് ഓഫ് എക്സ് ഈക്വൽസ് എ എക്സ് പ്ലസ് ബി ബൈ സി എക്സ് പ്ലസ് ഡി. എ പ്ലസ് ഡി 0 ആണെങ്കിൽ എഫും എഫ് ഇൻവേഴ്സും ഈക്വൽ ആവും. കണ്ടോ? എ പ്ലസ് ഡി 0 ആണെങ്കിൽ എഫും എഫ് ഇൻവേഴ്സും ഈക്വൽ. എ പറഞ്ഞാൽ ന്യൂമറേറ്ററിലെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്, ഡി പറഞ്ഞാൽ ഡിനോമിനേറ്ററിലെ കോൺസ്റ്റൻ്റ് ആണ്. ന്യൂമറേറ്ററും എ എക്സ് പ്ലസ് ബി ആവണം, ന്യൂമറേറ്ററും ലീനിയർ ആവണം, ഡിനോമിനേറ്ററും ലീനിയർ ആവണം. അപ്പോൾ ന്യൂമറേറ്ററിലെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും ഡിനോമിനേറ്ററിലെ കോൺസ്റ്റൻറ്റ് ടേം കൂടി ആഡ് ചെയ്തിട്ട് 0 ആവുകയാണെങ്കിൽ എഫും എഫ് ഇൻവേഴ്സും ഈക്വൽ ആവും. അപ്പോൾ ആ സമയത്ത് എഫ് എഫ് ഇൻവേഴ്സും ഈക്വൽ ആവാനുള്ള കൺസെപ്റ്റാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽസ് എ എക്സ് പ്ലസ് ബി ബൈ സി എക്സ് പ്ലസ് ഡി. എ പ്ലസ് ഡി 0 ആണെങ്കിൽ എഫും എഫ് ഇൻവേഴ്സും ഈക്വൽ ആവും. മനസ്സിലാണ്ടോ? ഈ കൺസെപ്റ്റ് കൂടി ഓർക്കുക. ഓക്കെ, വിത്ത് ദിസ് വിൽ ക്ലോസ് ദ ചാപ്റ്റർ ഓഫ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഫങ്ഷൻസും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസുള്ള ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ടില്ല. ഇല്ല, അവസാനം ചെറിയൊരു ഭാഗം കൂടിയുണ്ട്. എന്താണ്, നമ്മൾ റിലേഷൻസ് ക്ലോസ് ചെയ്തു, ഫങ്ഷൻസ് ക്ലോസ് ചെയ്തു. ഇനി അവസാനം ഒരു ഭാഗം കൂടിയുണ്ട്. എന്താ? ബൈനറി ഓപ്പറേഷൻസ്. We'll do it in the next class. Okay, thank you.